ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ഒരേ സമയം രണ്ട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വാട്സാപ്പിൽ ചാറ്റാനും പറ്റും, യൂട്യൂബിൽ വീഡിയോ കാണാനും പറ്റും, അല്ലെങ്കിൽ ഒരേ സമയം ഫേസ്ബുക്ക് നോക്കാനും പറ്റും, യൂട്യൂബ് നോക്കാനും പറ്റും, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കാനും പറ്റും, വാട്സാപ്പ് നോക്കാനും പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെറ്റിങ്സിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ബട്ടൺ ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ബട്ടൺ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഓപ്ഷനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ ഓപ്പൺ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷനാണ് വരിക. അതായത് ഏത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് നോൺ എന്നാണ് കിടക്കുന്നത്. അതായത് ഓപ്പൺ സ്പ്ലിറ്റ് സ്ക്രീൻ. അപ്പോൾ നമ്മുടെ ഫോണിൽ ഓഫാണ്. അപ്പോൾ നമ്മൾ ഏതിൽ ബട്ടൺ വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് ആയിരിക്കും നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീൻ. അപ്പോൾ ഞാനിവിടെ ലോങ് പ്രസ് ബാക്ക് ബട്ടൺ, ആ ബാക്ക് ബട്ടണിലോട്ടാണ് ഞാൻ സ്പ്ലിറ്റ് സ്ക്രീൻ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോക്കൊക്കെ വെടിവെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ബട്ടൺ ഒന്ന് ജസ്റ്റ് മെല്ലെ അമർത്തി പിടിക്കുക. അങ്ങനെ അമർത്തി പിടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക. കാരണം ബാക്ക് ബട്ടൺ അവിടെ നിന്ന് കാണാൻ സാധിക്കും, ഒരു ആരോമാർക്ക് പോലെ. അത് അമർത്തി പിടിച്ചപ്പോൾ വാട്സാപ്പ് നമ്മുടെ ഫോണിൻ്റെ ഒരു കാൽ ഭാഗത്തെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നമുക്കതിങ്ങനെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരണം. എത്ര വലിപ്പം, ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു വലിപ്പം കണക്കാക്കിയിട്ട് നമ്മളത് കൊണ്ടുവരണം. അതിനോടൊപ്പം ഞാനിവിടെ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ഒരു സൈഡിൽ വാട്സാപ്പ് ഫോണിലുണ്ട്, മറു സൈഡിൽ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് എനിക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് റീഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാട്സാപ്പും എനിക്ക് കോളടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. ചാറ്റിങ്ങിനെ കാര്യങ്ങളൊക്കെ, സ്റ്റാറ്റസൊക്കെ നോക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ യൂട്യൂബ് കാണിക്കാത്തത് ഒരുപക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സ്ക്രീൻ വേണോ, അതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണോ, അതുപോലെ 2 ആപ്ലിക്കേഷനാണ് ഈ ഫോണിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 ആയിരിക്കും അതിൻ്റെ ഭംഗി. കാരണം അതിൻ്റെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ സാധിക്കുക 2 ആപ്ലിക്കേഷൻ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇടുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇതേപോലെ സെറ്റിങ്സിൽ പോയിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ഓണാക്കി കൊടുത്താൽ മതി.